എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങളോടുള്ള സമീപനം, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാർഡ് ഓൾറെഡി ഷഫിൾ ചെയ്ത് 3 കാർഡ് എടുത്ത് വച്ചിട്ടുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ നമുക്ക് റീഡിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അവരുടെ പേര് 3 ടൈംസ് നിങ്ങൾ മനസ്സിൽ കരുതുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങളെപ്പോൾ ഈ വീഡിയോ കാണുന്നു അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിൽ ഒരു 100% കൊടുത്തു നിൽക്കുന്ന ഒരു ആളാണ്. പക്ഷെ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആ പേഴ്സണോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത കാര്യങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് തിരിച്ച്, അവർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കുള്ള ആ ഒരു ആത്മാർത്ഥത, നിങ്ങൾക്ക് ആ ഒരു നീതി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇവർ കുറേ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവിടെ ഇവിടെയും തൊടാതെ മറുപടി പറയുക, അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, നുണ പറയുക, വിശ്വാസവഞ്ചന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവർ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഓടിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവർ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാതെ തേർഡ് പാർട്ടിക്ക് പ്രയോറിറ്റി കൊടുത്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജി കാണുന്നുണ്ട്. തേർഡ് കാർഡ് വരുന്നത് ഡബിൾ എനർജിയാണ്. തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് മാജിക് എനർജി. നിങ്ങളുടെ ബന്ധത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത കുറച്ച് പേര് ആ വ്യക്തിയുടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അത് അവരുടെ ഫാമിലി ആയിരിക്കാം. ഇപ്പം നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ ആരാണ് നിങ്ങളുടെ ബന്ധത്തിനെതിരായിട്ട് നിൽക്കുന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ആ നിങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായിരിക്കാം അവർക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയും അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, തേർഡ് പാർട്ടിയും പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായി ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങളോട് അവർ കറക്റ്റായിട്ടും ഒന്നും, നിങ്ങൾ ചോദിച്ചാൽ തന്നെ ഒന്നും കറക്റ്റായിട്ട് പറയാതിരിക്കുക, നുണ പറയുക, നിങ്ങൾക്ക് ഒരു പിടി തരാതെ ഇങ്ങനെ വിട്ടു പോകുന്നത് ഈ തേർഡ് പാർട്ടി അവരെ ഭയന്നിട്ടായിരിക്കാം. നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ബ്ലാക്ക് മാജിക് എനർജി വരുമ്പോൾ ഇവർക്ക് അവരിലേക്ക് അട്രാക്ഷൻ, അവരിലേക്ക് പിടിച്ചു വലിക്കും. തേർഡ് പാർട്ടി അവരിലേക്ക് ഇങ്ങനെ ഈ പേഴ്സണെ കൊണ്ടുപോകുമ്പോൾ നമ്മളിൽ നിന്ന് അവരകലും, വാക്ക് തർക്കങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വാക്ക് തർക്കം, എപ്പോഴും വഴക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. സ്നേഹത്തിലിരുന്നാൽ പോലും പെട്ടെന്നായിരിക്കും ഈ വ്യക്തിക്ക് ദേഷ്യം കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ട് മറുപടി തന്നില്ലെങ്കിൽ നിങ്ങൾക്കും ദേഷ്യം വരും. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് വഴക്കാവും. ഇതെല്ലാം ആ ഒരു തേർഡ് പാർട്ടി കളിക്കുന്ന കളിയാണ്. അവർ നല്ലപോലെ ഈ വ്യക്തിയെ പിടിച്ച് അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളിൽ നിന്ന് അവരിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. സെക്കൻഡ് കാർഡ് വന്നത് 7 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി അവരവിടെ പോരാടുന്നുണ്ട്. ബ്ലാക്ക് മാജിക് എനർജി എപ്പോഴും ശക്തി കൂടി നിൽക്കുകയൊന്നുമില്ല, അതെപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ശക്തി കുറയാം. അപ്പോൾ തീർത്തും ബ്ലാക്ക് മാജിക് എനർജിയുടെ ആ ഒരു ശക്തി കുറയുമ്പോൾ തീർത്തും ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹം വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അവിടെ പോരാടുവാണ്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് അവരവിടെ പോരാടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല പോലെ അവർക്ക് അവിടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി അവരവിടെ ഭയമുണ്ട്, അവർക്ക് നല്ല പേടിയുണ്ടെങ്കിൽ പോലും നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവരവിടെ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഒരു ഒരു പരീക്ഷണ ഘട്ടമാണ്. നിങ്ങളിതിനെ
നിങ്ങൾ ഈ ബന്ധത്തിൽ 100% വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരും, നല്ലൊരു മനോഹരമായ ഒരു ലൈഫ് നിങ്ങളും ആ പേഴ്സണും തമ്മിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. എത്ര വിഷമം ഉണ്ടെങ്കിലും ഈ വ്യക്തി തിരിച്ചു വരും, എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് തിരിച്ചു വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക, തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് ക്ലെയിം ചെയ്യുക. നിങ്ങൾ അത്ര 100% കൊടുത്ത് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഈ വ്യക്തി തിരിച്ചു വരും എന്നുള്ളത്. ഈ വ്യക്തിക്ക് ഭയം ഉണ്ടെങ്കിൽ പോലും അവർ അത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുവാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവിടെ പോരാടുന്നുണ്ട്. അങ്ങനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിനോട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ക്ലെയിം ചെയ്യുക തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട്. തേർഡ് ഡബിൾ എനർജിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി നല്ലപോലെ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ കുരുക്കിയിട്ടിരിക്കുന്നതാണ്. ചങ്ങല കണ്ടോ, സ്റ്റക്ക് സിറ്റുവേഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാതെ അവർ ഇരിക്കുന്നതായിട്ടാണ്, കണ്ടില്ലേ? അവർ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പോരാടുന്നുണ്ട്. പോരാടി അവർ സ്ട്രഗിൾ ചെയ്ത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഈ ഒരു ഡബിൾ എനർജി ബ്ലാക്ക് മാജിക് തേർഡ് പാർട്ടി നല്ലപോലെ അവരെ വീണ്ടും കുരുക്കിയിടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പോരാടി വന്നിട്ടും അവർക്ക് വീണ്ടും അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ വീണ്ടും തളർന്നിരിക്കുവാണ്. അപ്പോൾ അവരുടെ മൈൻഡൊക്കെ എല്ലാം പോവും, കയ്യിൽ നിന്ന് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യണം ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, ബന്ധനമാണ് കാണുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ ബ്ലാക്ക് മാജിക് എനർജിയുടെ ശക്തി കുറയുമ്പോഴേക്കും അവർക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരാൻ അവർ പിന്നെയും പോരാടിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അവർ വീണ്ടും ബ്ലാക്ക് മാജിക് ചെയ്ത് കുരുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നവർക്ക് ഒഴിഞ്ഞു പോയേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ബന്ധം അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് സ്ട്രോങ്. അപ്പോൾ ആ വ്യക്തിക്കും ഈ ബ്ലാക്ക് മാജിക് എനർജിയുടെ ശക്തി കുറയുമ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് നല്ലപോലെ ആഗ്രഹമുണ്ട്, ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് നല്ല സ്നേഹവും കാര്യങ്ങളും ഉണ്ട്. ഈ ബന്ധം നല്ല രീതിയിൽ പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പ്രയത്നിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് മാജിക് എനർജി ചെയ്ത് അവർക്ക് തന്നെ തേർഡ് പാർട്ടി എത്ര ചെയ്തിട്ടും അവർക്ക് ഒരു പരിധി ഉണ്ടല്ലോ, ചെയ്ത് അവർക്ക് മതിയാവുമ്പോൾ അവർ നിർത്തി പൊക്കോളും എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ നിങ്ങൾക്കൊരു പരീക്ഷണ ഘട്ടമാണ്, നിങ്ങളതിനെ മറികടക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾ ആ ഒരു വിഷമിച്ചിരിക്കാതെ ആ പരീക്ഷണ ഘട്ടത്തെ അതിൻ്റെ രീതിയിൽ എടുത്തിട്ട് മുന്നോട്ട് പോവുക. ഈ വ്യക്തി ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആ വ്യക്തി അറിഞ്ഞുകൊണ്ടല്ലല്ലോ, ആ ഒരു ബ്ലാക്ക് മാജിക്കിൽ പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ക്ലെയിം ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.